കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അമ്മ പറയുകയാണ് കുഞ്ഞുങ്ങളുടെ ചിലവിനൊന്നും വേണ്ട, ഞാൻ ഡിവോഴ്സ് ഓക്കെയാണ്, എനിക്കൊരു ഭാഗവും വേണ്ട എന്ന് പറയുന്നു. കസ്റ്റഡിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമാവും. കുറേ നാൾ കഴിയുന്നു, അമ്മയ്ക്ക് ഒരു കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റാത്തൊരു ശാരീരിക ബുദ്ധിമുട്ടുകളോ ജോലി നഷ്ടപ്പെടുക എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാം. നമസ്കാരം, ലീഗൽ അവയർനെസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ മ്യൂച്വൽ ഡിവോഴ്സ് അറിയാലോ. പരസ്പരം സൗഹാർദ്ദപരമായിട്ട് ഒരു ബന്ധം വേർപെടുത്താൻ കോടതിയെ സമീപിക്കുമ്പോഴാണ് മ്യൂച്വൽ ഡിവോഴ്സ് വരുന്നത്. മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനകത്തൊരു മെയിനായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ, അതായത് ജോയിൻറ്റ് പെറ്റീഷനിൽ 2 പേർക്കും 2 ലോയർ വേണോ അതോ 2 പേർക്കും 1 ലോയർ മതിയോ എന്നുള്ളത്. ഈ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ 2 ഹർജിക്കാരേ ഉള്ളൂ, എതിർഭാഗം ഇല്ല. അതായത് ഫസ്റ്റ് പെറ്റീഷണർ ആൻഡ് സെക്കൻഡ് പെറ്റീഷൻ. ഇപ്പോൾ ഫസ്റ്റ് പെറ്റീഷൻ ഹസ്ബൻഡ് ആണെങ്കിൽ സെക്കൻഡ് പെറ്റീഷണർ വൈഫായിരിക്കും. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഒരിക്കലും 2 ലോയർ വേണമെന്ന് നിർബന്ധമേ ഇല്ല. ഒറ്റ പെറ്റീഷനാണ്, 2 പേർക്കും വേണമെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ തന്നെ വയ്ക്കാം. ഇപ്പം നിങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീരുമാനിച്ച്, കൊച്ചുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഗോൾഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ തമ്മിൽ എല്ലാം സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് നമ്മളൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ അഡ്വക്കേറ്റിനെ 2 പേരെയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഒരു അഡ്വക്കേറ്റിന് തന്നെ ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ മുമ്പേ വരികയാണ് അവർ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. അപ്പം ജസ്റ്റ് നമുക്ക് പെറ്റീഷൻ മാത്രം ഫയൽ ചെയ്താൽ മതി, വേറെ ഒരു ഫർദർ ഡിസ്പ്യൂട്ടൊന്നും ഇല്ല. അങ്ങനെയെങ്കിൽ നമുക്കൊരു സിംഗിൾ ലോയറിനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. പക്ഷേ ഈ ഇടയ്ക്ക് എന്നെ കാണാൻ വന്നപ്പോഴേക്കും ആ ചെക്കൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്, തീർപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വൈഫുമായിട്ട് വന്ന സമയത്ത് വൈഫിന് ഒത്തിരി കാര്യങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ അവളുടെ ഗോൾഡ് അതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മോളൊരു കാര്യം ചെയ്യും, വേറൊരു അഡ്വക്കേറ്റിനെ കൊണ്ട് കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലീഗൽ റൈറ്റും പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. എനിക്ക് വന്നിട്ട് ന്യൂട്രലായിട്ട് നിന്ന് സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അവർ തമ്മിലൊരു ഡിസ്പ്യൂട്ട് പിന്നെയും വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്ന സമയത്ത് മിക്കപ്പോഴും നമുക്കൊരു 2 ലോയർ ആവുകയാണെങ്കിൽ 2 ലോയേഴ്സിനും കൂടെ സംസാരിച്ചിട്ട് ഈവൺ ഒരു പെറ്റീഷൻ ആണെങ്കിൽ പോലും അവരവരുടെ കക്ഷിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതൊരിക്കലും നിർബന്ധമേ ഇല്ല. ഒരു ലോയർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സാമ്പത്തിക ലാഭവും ഉണ്ടാവും. ഒരു വക്കീലിനെ മാത്രം കണ്ടാൽ മതിയല്ലോ. മറ്റേതെന്ന് വെച്ചാൽ 2 വക്കീലിനും ഫീസും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. അപ്പോഴേ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല ഒരു 2 അഡ്വക്കേറ്റിന് വേണമെന്നുള്ളത്. ഒറ്റ അഡ്വക്കേറ്റിന് തന്നെ വരും. നിങ്ങൾക്ക് വലിയ ഡിസ്പ്യൂട്ടും കാര്യങ്ങളുണ്ടോ എങ്കിൽ ഒരു നെഗോഷിയേഷൻ ടോക്ക് വേണം, അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ ടോക്ക് വേണം. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാനുണ്ട് എങ്കിൽ ബെറ്റർ 2 വക്കീലന്മാരെ കാണുന്നതായിരിക്കും. 2 വക്കീലന്മാരും കൂടെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയ ദാറ്റ്സ് ബെറ്റർ ഫോർ യു ബോത്ത്. കാരണം ലീഗലി പ്രൊട്ടക്റ്റ് ആവുമല്ലോ. മറ്റേതല്ല നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വലിയ ഡിസ്പ്യൂട്ടും കാര്യമില്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ ലോയർ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക വെച്ചാൽ എതിർഭാഗമില്ല ഈ കേസിൽ. നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ വെച്ചിട്ട് ഒറ്റ പെറ്റീഷൻ 2 പെറ്റീഷനേഴ്സിന് ഫസ്റ്റ് പെറ്റീഷൻ സെക്കൻഡ് പെറ്റീഷന് വക്കാലത്തിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫയൽ ചെയ്യാം. വിത്തിൻ ഒരു 6 മന്ത്സിനുള്ളിൽ തന്നെ എല്ലാ പ്രോസസ്സിങ്. ഇത് ഞാൻ പറയുന്ന വേവിങ് പീരീഡ് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് കുറച്ച് ലീഗൽ പ്രൊസീജിയേഴ്സാണ്. അതിന് മാക്സിമം 6 മന്ത്സിനുള്ളിൽ ഡിവോഴ്സ് പ്രൊസീഡിങ്സ് നിങ്ങൾക്ക് തീർന്നു കിട്ടും. മ്യൂച്വൽ ഡിവോഴ്സ് കേസുകളിൽ വേറൊരു കേസ് വരുന്നത് കുട്ടികളെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളെന്ന് പറയുന്നത് 18 വയസ്സ് വരെയാണല്ലോ. അപ്പോൾ ഈ കുട്ടികൾ ഒരു 5 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷേ ആ കുഞ്ഞിനെ സംബന്ധിക്കുന്ന കസ്റ്റഡിയും മെയിൻ്റനൻസും എല്ലാം ഹസ്ബൻഡും വൈഫും കൂടെ തീരുമാനിച്ചിട്ട് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ എത്തുന്നു, എഗ്രിമെൻ്റ് ഒക്കെ റിട്ടേൺ ആവുന്നു. പക്ഷേ അതോടുകൂടെ കുട്ടിയുടെ അവകാശം തീരുന്നില്ല. മിക്ക കോടതികളും ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട് പിന്നെയും കുട്ടികളുടെ കേസ് നമുക്ക് പിന്നെയും അത് എടുത്തോണ്ട്, നമ്മൾ ഹസ്ബൻഡും വൈഫുമായിട്ടുള്ളത് ലീഗൽ റൈറ്റ് ആണ്. അത് നമുക്ക് ഡിവോഴ്സിലൂടെ എൻഡ് ചെയ്യിക്കുക, അതായത് മാരേജ് ഡിവോഴ്സിലൂടെ എൻഡ് ചെയ്യിക്കുക. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അമ്മ പറയുകയാണ് കുഞ്ഞുങ്ങളുടെ ചിലവിനൊന്നും വേണ്ട, ഞാൻ ഡിവോഴ്സ് ഓക്കെയാണ്, എനിക്കൊരു ഭാഗവും വേണ്ട എന്ന് പറയുന്നു. കസ്റ്റഡിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നു. കുറേ നാൾ കഴിയുന്നു, അമ്മയ്ക്ക് ഒരു കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റാത്തൊരു ശാരീരിക ബുദ്ധിമുട്ടുകളോ ജോലി നഷ്ടപ്പെടുക എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാം. അതേപോലെ ഈ അമ്മ കല്യാണം കഴിച്ച് വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര ഡ്രങ്കാർഡാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എൻവയോൺമെൻറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സിൽ കസ്റ്റഡി നമുക്ക് കിട്ടിയെങ്കിൽ പോലും എതിർഭാഗത്തിന് കുഞ്ഞിൻ്റെ കസ്റ്റഡി ആവശ്യപ്പെടാം. അപ്പോൾ എപ്പോഴാണെങ്കിലും മ്യൂച്വൽ ഡിവോഴ്സോടുകൂടെ,
അതായത് ഹസ്ബൻഡും വൈഫും ഒരു എഗ്രിമെൻറ്റിൽ എത്തി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു ഫൈനൽ തീർപ്പ് ഒരിക്കലും വരാൻ പോകുന്നില്ല. കുഞ്ഞുങ്ങളുടേത് എപ്പോഴും 18 വയസ്സ് വരെയാണ്. അതിനുള്ള ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട് അവരുടെ റൈറ്റ് പിന്നെയും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. കസ്റ്റഡി ആവട്ടെ, മെയിൻ്റനൻസ് ആവട്ടെ, ഈ 2 കാര്യങ്ങളാണല്ലോ കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഇടുന്ന, അതേപോലെ മെയിൻ്റനൻസ്. ഇത് രണ്ടും ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട് പിന്നെയും നമുക്ക് വേണമെങ്കിൽ കേസിന് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഡിവോഴ്സോടുകൂടെ കുട്ടികളുടെ റൈറ്റ് അങ്ങനെ തന്നെ തീരുന്നില്ല.